കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 19 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം തീർച്ചയായിട്ടും സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നതാണ്. ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പഠനം ഈശോ മർത്തായുടെ മുമ്പിൽ, മറിയത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇനി സുവിശേഷ ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് മർത്ത പറയുന്നുണ്ട്. ഈശോയെ കണ്ടപ്പോൾ മർത്ത ചാടിപ്പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും മർത്ത ഒരുപക്ഷെ ശാരീരികമായി സംഭവിച്ച മരണത്തെക്കുറിച്ചായിരിക്കാം പറഞ്ഞത്. പക്ഷേ അത് വലിയൊരു ആത്മീയ അർത്ഥമുണ്ട് ഭർത്താവ് പറഞ്ഞതിൽ. ഭർത്താവ് പറഞ്ഞു, കർത്താവ്, നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ വേതനം മരണമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൽ നിന്നും പറിച്ച് തിന്നുന്ന നിമിഷം നിങ്ങൾ മരിക്കും. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ആത്മീയ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരുവൻ്റെ ആത്മീയ ജീവിതത്തിൽ, ആത്മാവിൽ മരണം സംഭവിക്കുന്നത് അവനിൽ ദൈവമില്ലാത്തപ്പോഴാണ്, അവൻ യേശുവിൻ്റെ കൂടെ അല്ലാത്തപ്പോഴാണ്. അതാണ് ഭർത്താവ് പറഞ്ഞത്, കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ മരണത്തിൻ്റെ കാരണം എന്താ? ദൈവം കൂടെ ഇല്ലാത്തതാണ്. ആത്മീയ ജീവൻ ഉണ്ടാകുന്നപ്പോഴാണ് ദൈവത്തെ കൂടെ നിർത്തുമ്പോഴാണ്. അപ്പോൾ ഒരുവൻ തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ, യേശുവിനെ കൂടെ നിർത്തുമ്പോൾ, വിശുദ്ധ കുർബാനയിലും കൂദാശ ജീവിതത്തിലും ഒരുവൻ തന്നെ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അവൻ ആത്മീയ ജീവനുള്ളവനായിട്ട് മാറും. അതല്ല എങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്തിടത്ത് ജീവനില്ല. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, നീ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ജീവനുണ്ടായിരുന്നേനെ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് ഭർത്താവ് വിളിച്ചു പറയുകയാണ്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ചേർത്ത് നിർത്തുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഏതെല്ലാം രീതിയിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെന്ന്
വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 91 സങ്കീർത്തനം അതിൻ്റെ 14 വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ, ചേർന്ന് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. മറ്റൊരു വാക്യം പറഞ്ഞാൽ, കർത്താവിൻ്റെ സാന്നിധ്യം ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ ആത്മീയ ജീവൻ നിലനിർത്തുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം സംരക്ഷിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നൽകുന്ന ഒരു സുരക്ഷിതത്വത്തെ കുറിച്ച് പറയുക. യേശുവിലായിരിക്കുന്നവൻ സുരക്ഷിതനാണ്. അവൻ്റെ ആത്മീയ ജീവിതം, അവൻ്റെ ആത്മാവിനെ ശത്രുവിന് തൊടാൻ പോലും പറ്റാത്ത ഒരു സുരക്ഷിതത്വം അവനെന്നും അനുഭവിക്കും. ഇനി സങ്കീർത്തനം 23 അധ്യായം അതിൻ്റെ 4 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അപ്പോൾ ആത്മീയ ജീവൻ മാത്രമല്ല, വൈകാരിക മനുഷ്യനും ഫലം തരണമെങ്കിൽ, കിട്ടണമെങ്കിൽ, ആകുലതകളിൽ നിന്നും നിരാശകളിൽ നിന്നും ഒരു ജീവിതം സുരക്ഷിതമായിരിക്കണമെങ്കിൽ അവൻ കർത്താവിനോട് ചേർന്ന് നടക്കണം. അപ്പോൾ സങ്കീർത്തകമാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ, ദൈവത്തെ കൂടെ നിർത്തിയതിൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നാ പറയുക. അമിതമായ ഭയവും ആകുലതകളൊക്കെ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ക്ഷയിക്കുമ്പോഴാണ് ഭയവും ആകുലതകളൊക്കെ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത്. സങ്കീർത്തനം 16 അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കും. എപ്പോഴൊക്കെ ഒരുവൻ കർത്താവിനോട് ചേർന്നിരിക്കുന്നുവോ, ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ, തൻ്റെ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണോ, അവന് നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്ന വചനം പറയുന്നത്. അപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവിക അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ, ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 2 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ, ജോഷുവയുടെ മരണശേഷം ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ മറുതലിക്കുകയും ബാലിൻ്റെ പിറകെ പോവുകയൊക്കെ ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞതെന്നറിയാമോ, നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുന്നതിന് പകരം എന്നെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് അന്യ ദൈവത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കഷ്ടതകൾ കൊണ്ട് ഞാൻ നിറയ്ക്കുമെന്നാണ് പറഞ്ഞത്. അത് വിട്ടുമാറാത്ത കഷ്ടതകളും പീഡകളും. ഇന്ന് പല കുടുംബങ്ങളിലും പല ജീവിതങ്ങളിലും ഈ കഷ്ടതകളും കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും മാറാത്തതിന് കാരണം എന്താണെന്നറിയാവോ, ദൈവത്തോട് ചേർന്നിരിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആത്മീയ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ അത് നമ്മുടെ വൈകാരിക മനുഷ്യനെ, നമ്മുടെ ഭൗതിക ജീവിതത്തെ ഒക്കെ ബലപ്പെടുത്തുമെന്നും സ്ഥിരപ്പെടുത്തുമെന്നും കൂടിയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും വചനത്തിലൂടെയും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാ ഭർത്താവ് പറഞ്ഞത്, ദൈവമേ, ഈശോയെ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകളുടെ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ വീണു പോകുന്നതിൻ്റെ, പാപജീവിതത്തിലേക്ക് വീണു പോകുന്നതിൻ്റെ, ദൈവികമല്ലാത്ത നിലപാടുകളിലേക്കും സ്വാർത്ഥതയിലേക്കും അഹങ്കാരത്തിലേക്കും നിരാശയിലേക്കും ആകുലതകളിലേക്കും ആത്മഹത്യാ ചിന്തകളിലേക്കൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ തള്ളിയിടുന്നതിന് കാരണം ദൈവത്തെ ചേർത്ത് പിടിക്കേണ്ടതുപോലെ, അല്ലെങ്കിൽ യേശുവിനോട് ചേർന്നിരിക്കേണ്ടതുപോലെ ചേർന്നിരിക്കാൻ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കാത്തത് കൊണ്ടാണ്. അപ്പം അതിനുള്ളൊരു പരിഹാര മാർഗമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഭർത്താവ് പറഞ്ഞ വലിയൊരു ആത്മീയ രഹസ്യം, കർത്താവെ, അങ്ങുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവിനെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ചേർത്ത് നിർത്തി നിലനിൽക്കുന്ന ആത്മീയ ആനന്ദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.